ഞാൻ ദൈവത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ക്ലാരി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് അവറുകൾ വാലിന് വന്നു. ഞാൻ ഷേരിൽ പോയി പരിചയപ്പെട്ടു. 86 നിങ്ങൾ ഹാഫിളാണല്ലോ അല്ലേ? അതെ. അപ്പൊ ഞാൻ അന്ന് മമ്മുക്കുട്ടി ഉസ്താദിന്റെ വീണാലിക്കൽ പറപ്പൂർ ദറസിൽ ഓതുകയാ. മക്കാമാത്തെ ഹരീരിയൊക്കെ ദൈവത്തിൽ പോകണമെങ്കിൽ ആ കിതാബൊക്കെ നോക്കണം. AP ഉസ്താദ് എന്റെ മർക്കസിലേക്ക് ക്ഷണിക്കുക. റമളാൻ കഴിഞ്ഞ് ഹിഫ്ള് തുടങ്ങുന്നുണ്ട്, ഉസ്താദായിട്ട് നിങ്ങൾ വരണം. കണ്ടോ, ചരിത്രം മാറി മറിയുന്ന കണ്ടില്ലേ? അങ്ങനെയാണ് മർക്കസിൽ 2-2.5 വർഷം ഹിഫ്ള് പഠിപ്പിക്കാനുള്ള തൗഫീക്കും എനിക്ക് കിട്ടി. അങ്ങനെയാണ് AP ഉസ്താദിന്റെ മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, നോളജ് സിറ്റിയുടെ ഡയറക്ടർ. അന്ന് 16 വയസ്സുള്ള കുട്ടിയാ. അൽഹംദുലില്ലാ, അന്ന് എനിക്ക് മനസ്സിലായി ഹക്കീം അസ്ഹരി ബുദ്ധിമാനാണെന്ന്. അതിപ്പോ കാണുന്നില്ലേ അല്ലേ? നമ്മുടെ ഖുർആൻ സമ്മേളനത്തിന് കോട്ടയത്ത് വന്നു ഹക്കീം അസ്ഹരിയും ഭാര്യയും 3 മക്കളും. അന്ന് നമ്മുടെ പ്രവർത്തകരൊക്കെ എല്ലാവർക്കും കോട്ടയത്ത് അക്കോമഡേഷൻ വിത്ത് ഫുഡ് കരുതുമ്പോൾ ഹക്കീം അസ്ഹരി പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ കഴിഞ്ഞോളാം. അപ്പോൾ അദ്ദേഹം എന്നെ ഉസ്താദായിട്ട് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹവും ഭാര്യയും കുട്ടികളും ആതിഥ്യമരുളാൻ എനിക്ക് കഴിഞ്ഞു. അതൊക്കെ ഖുർആന്റെ പേരില്ല. ലാ ഫഹ്റ, പൊങ്ങച്ചം പറഞ്ഞല്ല കേട്ടോ, 10 പേരെ അറിയിച്ചതല്ല കേട്ടോ. ഉസ്താദ് ഇവർക്കൊക്കെ അറിയാം, എല്ലാവരും വന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവരാ. അൻവർ ഉസ്താദ് വന്നിരുന്നു.